പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകരേവരെയും തന്നെ സ്വാഗതം ചെയ്യുന്നു. കേരള വിഷന്റെ ഈ പ്രോഗ്രാം, ഈ വിജയവേദി എന്നുള്ള പ്രോഗ്രാം നമ്മൾ എടുക്കുന്നത് മറുനാട് മലയാളികളാണ്. മറുനാട്ടിലെ മലയാളികൾ എന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ കുറവില്ല. ഏത് സ്ഥലത്ത് ചെന്നാലും, ഏത് സ്റ്റേറ്റ്സിൽ ചെന്നാലും, ഏത് കൺട്രിയിൽ ചെന്നാലും നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് നല്ലതായ മലയാളികൾ, നല്ലവരായ മലയാളികൾ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ബിസിനസ് ജീവിതം നയിച്ചുകൊണ്ട് ഫാമിലിയും സന്തോഷകരമായിട്ട് പുറത്ത് നമ്മുടെ കേരളത്തിൽ കിട്ടാത്ത സമാധാനം പുറത്ത് കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ അവരുടെ ജീവിതം നൽകിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്രയും മലയാളികൾ നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമുള്ള മലയാളികൾ തന്നെയാണ്. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഹരി ഇച്ഛ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി നിയർ JP മാർക്കറ്റ്, സൂറത്ത്. ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ അകത്ത് ഒത്തിരി ചെറിയ ചെറിയ കമ്പനീസ് ഉണ്ട്, ചെറിയ ചെറിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഉണ്ട്. സോ അതിലും നമ്മുടെ മലയാളികൾ ഒട്ടും തന്നെ കുറവില്ല എന്ന് പറയാം. ബിക്കോസ് ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിൻ്റെ അകത്ത് തന്നെ ഒത്തിരി മലയാളികളുണ്ട്. ഇന്ന് ഞങ്ങൾ ആദ്യമായി എത്തിയിരിക്കുന്നത് നല്ലതായ ഒരു മലയാളിയാണ്. അദ്ദേഹം ഇവിടുത്തെ ഈ കമ്പനി ഭാരത് പ്ലാസ്റ്റിക് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ആസ് വെൽ എസ് രേവതി പ്ലാസ്റ്റിക് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സിൻ്റെ പ്രൊപ്രൈറ്ററായ മിസ്റ്റർ രഘു എസ് നായരാണ്. സോ ഇവരുടെ ഈ കമ്പനിയിൽ ചെയ്യുന്നത് ടെക്സ്റ്റൈലിൻ്റെ മെഷീനറി പാർട്സ്, അത് മാത്രമല്ലാതെ പ്ലാസ്റ്റിക് കോമ്പണൻസ്, പിന്നെ പ്ലാസ്റ്റിക് ഡൈ മേക്കിംഗ്, ഡൈ കാസ്റ്റിംഗ്, എംബോസിങ്, കട്ടിങ്, അതുകൂടാതെ തന്നെ പ്ലാസ്റ്റിക് ബേക്ക് ലൈറ്റ്, ഇങ്ങനത്തെ ഒത്തിരി ചെറിയ പരിപാടികൾ എന്നാൽ തന്നെ ഹ്യൂജ് ലെവലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി മാത്രമല്ല ബിസിനസ് ജീവിതത്തിനെ കുറിച്ചും നമ്മളോടൊപ്പം ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹത്തിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സോ വളരെ വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ബിക്കോസ് നമ്മൾ എത്തുമ്പോൾ തന്നെ, നമ്മളിവിടെ അകത്ത് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനത്തെ യൂണിറ്റ്സിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് ഇവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞു. നമുക്ക് ചെറുപ്പം കാലം തൊട്ട് വരാം, എന്നാൽ മാത്രമേ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇന്ന് ഈ നിലയ്ക്ക് സാർ എത്തിയിരിക്കുന്നതെന്ന്. നാട്ടിലെവിടെയാണ് സ്ഥലം? എൻ്റെ ആലപ്പുഴ ചെങ്ങന്നൂർ
പുലിയൂർ എന്ന് പറയുന്നത്, പുലിയൂർ പഞ്ചായത്ത്. പഠിച്ചത് പുലിയൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ SLC പാസ്സായിട്ട് ITI ട്രേഡ് ITI കോഴ്സ് കഴിഞ്ഞ് 2 വർഷം ചെങ്ങന്നൂർ പ്രൈവറ്റ് ITI. അച്ഛനെ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിൽ കുഴപ്പമില്ല, സാമാന്യം നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല എങ്കിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മറ്റുള്ള രീതിയിൽ അങ്ങനൊന്നുമില്ല. ഞങ്ങൾക്ക് വസ്തുക്കളൊക്കെ ഉണ്ട്, അവിടുത്തെ കൃഷികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എൻ്റെ ഇടയ്ക്ക് പഠിത്തവും. ITI കഴിഞ്ഞിട്ട് എൻ്റെ ജ്യേഷ്ഠൻ സൂററ്റിലുണ്ടായിരുന്നു. പുള്ളി IOCയിലായിരുന്നു സർവീസ് ചെയ്യുന്നത്. പുള്ളി എന്നെ ITI കോഴ്സ് കഴിഞ്ഞിട്ട് ഞാനിങ്ങ് പോരുന്നു. പിന്നെ ചെറിയൊരു സ്ഥാപനത്തിൽ തന്നെ പുള്ളി ജോലിക്ക് വെച്ച് ജോയിൻ ചെയ്തു. ആ സ്ഥാപനം നോബൽ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് സെയിം സ്ഥാപനമാണ്. ഇത് സെയിം യൂണിറ്റാണ്. അവിടെ ഞാൻ 6 വർഷം ജോലി ചെയ്തു. ഇത് ഡൈ ഉണ്ടാക്കുന്ന വർക്കായിട്ട്, ഡൈ മേക്കറായിട്ട്. ഇല്ല, ഞാൻ ITIയിൽ 2 വർഷം ഫിറ്റർ കോഴ്സായിരുന്നു. ഫിറ്റർ കോഴ്സും ഈ ഡൈ മേക്കിങ്ങും തമ്മിൽ ഒരുമാതിരി താരതമ്യമുണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി ഈസി ആയിരുന്നു. അവിടെ 6 വർഷം ജോലി ചെയ്തപ്പോൾ ഞാൻ എളുപ്പം പഠിക്കുകയൊക്കെ ചെയ്തു. പിന്നെ 6 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഇതിൽ. ഉണ്ടല്ലോ, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഈ തിരക്കിന്റെ ഇടയിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ ഒരു ബിസിയായ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. നമുക്ക് ബാക്കിൽ നിന്ന് പവർ ലൂംസിന്റെ സൗണ്ട് കേൾക്കാം. പ്രേക്ഷകർക്ക് നല്ലോണം വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ബിക്കോസ് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഞങ്ങളുടെ പുറയിലുള്ളത് പവർ ലൂംസ് ആണ്, അപ്പുറത്തുള്ളതും ഒരു ഇൻഡസ്ട്രിയാണ്, മോളിൽ ഇദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ടോട്ടലി ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അത്. സോ അതുകൊണ്ട് ആ നോയ്സസ് ഒക്കെ എന്തായാലും തന്നെ ഉണ്ടാവും. പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ബിക്കോസ് തൊഴിലാളികൾ ഈ സമയത്തും ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു ഇത്. പിന്നെ സാർ പറയൂ, ലൈക്ക് പഠിച്ചു കഴിഞ്ഞ ഇവിടെ 6 വർഷം നോബൽ പ്ലാസ്റ്റിക്സിൽ വർക്ക് ചെയ്തു. നോബൽ പ്ലാസ്റ്റിക് ഇപ്പോഴും ഉണ്ട്. വലിയ യൂണിറ്റ് ആയി. അപ്പൊ പുറത്ത് വരുമ്പോ ഏത് പൊസിഷനിലായിരുന്നു നിങ്ങൾ? എങ്ങനെ പുറത്ത് വരുമ്പോൾ? നോബൽ പ്ലാസ്റ്റിക്സിന് പുറത്ത് വരുമ്പോൾ സാധാരണ ഒരു വർക്കർ എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വലിയതൊന്നുമില്ല. പോസ്റ്റിംഗ് ഒന്നുമില്ല. അത് ഇതേ സെയിം യൂണിറ്റ് ആണ്. അത് പോസ്റ്റിംഗ് എന്ന ഡൈ മേക്കിംഗ് മോൾഡിങ് ഉണ്ടാക്കാനുള്ള വർക്ക് പഠിച്ചെന്നുള്ള ഒരു പോസ്റ്റേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. ഒരു തൊഴിൽ പഠിച്ചെന്നേ ഉള്ളൂ, അല്ല. അപ്പോൾ അവിടെ തൊഴിൽ പഠിച്ച ആദ്യമായിട്ട് എവിടെയാണ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് തുടങ്ങുന്നത്? ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരെയാണ്. അത് ഞാൻ തന്നെയാണ്, ഒറ്റയ്ക്കാണ്. ഞാൻ തന്നെയല്ല, എൻ്റെ കൂടെ ഒരു പാർട്ണർ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ നോബൽ പ്ലാസ്റ്റ് ഒന്നിച്ച് ജോലി ചെയ്താണ്. ഒന്നിച്ച് വിട്ട് ഞങ്ങൾ ഒന്നിച്ച് തുടങ്ങി. 1 കിലോമീറ്റർ ദൂരെ. 2 വർഷം കഴിഞ്ഞാൽ പുള്ളി സ്വന്തമായിട്ട് വിട്ടുപോകാമെന്ന് പറഞ്ഞു. പുള്ളി വിട്ടുപോയി. പിന്നെ ഞാനത് ഏറ്റെടുത്ത് റണ്ണിങ് ചെയ്തു. അതും ഭാരത് പ്ലാസ്റ്റിക് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ്. അപ്പോൾ അവിടെ അദ്ദേഹം ഒപ്പം വർക്ക് ചെയ്ത പാർട്ട്ണർ അദ്ദേഹം ഇപ്പോഴും ഭാരത് പ്ലാസ്റ്റിക്സ് തന്നെയാണ്? അല്ല, പുള്ളി ഇപ്പോൾ വേറെ ഒരു ഇതുപോലത്തെ ചെറിയ യൂണിറ്റ് നടത്തുന്നുണ്ട്. പേര് ഇതൊന്നുമല്ല, വേറെ പുള്ളിയുടെ എന്തോ മക്കളുടെ എന്തോ ഇതനുസരിച്ചുള്ള പേര്. സോ ഈ ഭാരത് പ്ലാസ്റ്റിക് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷങ്ങളായി? 18 years old. 18 years old. അപ്പോൾ ഈ 18 yearsൽ എത്രത്തോളം നിങ്ങൾ ഡെവലപ്പ് ആയിട്ടുണ്ട് ഭാരതിൽ നിന്ന്? 8 years സ്റ്റാർട്ടിങ്ങിൽ ഞാനൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മുടെ ഒരുമാതിരിയൊക്കെ എന്തുവാ സീറോയിൽ നിന്ന് തുടങ്ങിയാണ്. ഏകദം 0 തുടങ്ങിയാണ്. ഇപ്പം നമ്മുടെ സാമ്പത്തികപരമായിട്ട് നമുക്ക് ഉണ്ടല്ലോ, മെച്ചമുണ്ട്.